ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളിലെ അവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരും കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ച സമസ്തയുടെ കുഫർ കനന്തുവും. ഇവരുടെ എല്ലാവരുടെ കുഫറും അതിൻ്റെ താഴെയാണ്, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ഈ വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ. ബാലുശ്ശേരി സാർ പറഞ്ഞല്ലോ, ഫിറൂനേക്കാളും ഹാമാനേക്കാളും കാറൂനേക്കാളും ഒക്കെ കുഫർ കനം തൂങ്ങുന്നത് കേരളത്തിലെ സുന്നി മുസ്ലിയാക്കന്മാരാണ്. മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ആ വർത്താനം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എൻ്റെ ഒരു സ്വാഭാവികമായ സംശയമാണ്. അല്ല, ഏത് തരം നമുക്ക് ഇഷ്ടപ്പെടാത്തതാകട്ടെ ഇഷ്ടപ്പെടുന്നതാകട്ടെ ഏത് തരം പ്രവൃത്തിയിൽ ജീവിച്ച ആളാണെങ്കിലും അയാൾ കെലിമ ചെല്ലുന്നുണ്ടോ അതിൻ്റെ അടയാളം, ആ പ്രതിഫലനം അയാൾ മുവഹിദാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. 87ാമത്തെ വയസ്സിലാണ് സമീപകാലത്ത് മരണപ്പെട്ടു പോയ ചേലക്കുളം അബുൽ ബുഷ്ര മൗലവി, കേരളത്തിൽ ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുള്ള ചേലക്കുളം അബുൽ ബുഷ്ര മൗലവി മരണപ്പെടുന്ന സന്ദർഭം തൻ്റെ ശിഷ്യഗണങ്ങളെല്ലാം സമീപത്തേക്ക് വിളിക്കുന്നു. ബുർദ ചൊല്ലാൻ അവിടുന്ന് നിർദ്ദേശിക്കുന്നു. ബുർദ ചൊല്ലി ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ബുർദ ചൊല്ലിയ കുട്ടിക്ക് വ്യാകരണത്തിൽ എന്തോ ഒരു അബദ്ധം പറ്റുന്നു. ചിന്തിക്കണം, 87 വയസ്സ് പിന്നിട്ട സ്വാത്വികനായ ഒരു മനുഷ്യൻ, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം സക്രാത്തിന്റെ ഹാൻഡിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ആ വരി തിരുത്തി കൊടുക്കുന്നു. ശേഷം ബുർദയുടെ ഒരു ഭാഗം എത്തുമ്പോൾ ലാ ഹൗല ചെല്ലുന്നു. എൻ്റെ വിരൽ ചൂണ്ടിയിട്ട് ആ വരുന്നു എന്ന് പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചൈസ്രം ഉറക്കെ ചൊല്ലി മരിക്കുന്നു. 100 കണക്കിന് സമീപത്തുള്ള ആളുകൾ സാക്ഷികളാകുന്നു. ഇങ്ങനെയൊക്കെ മരണപ്പെട്ട മനുഷ്യർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് മുശ്രിക്കിനും മുവഹിദിനും ഒക്കെ കലിമത്തു ഷഹാദത്ത് ചൊല്ലാൻ കഴിയുമോ? ലോകം എല്ലാ ലോകത്തേക്കും ലോകത്തും ഭൂമിയുടെ അന്തർഭാഗത്തിലും ലോകത്ത് മുഴുവനുമുള്ള വിവരങ്ങൾ ഒരേ ടൈമിൽ അറിയാൻ അല്ലാഹു കഴിവ് കൊടുത്തവരാണ് സിയം വലിയുല്ലാഹി. ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ലോകത്തേക്ക് കണ്ണു നട്ട് കിടക്കുന്നു. ഖാദിറിനോട് പറയാണ് ഇത് പറഞ്ഞപ്പോ, ഖാദിർ മുസ്ലിയാരെ, നിങ്ങളുടെ മകൻ സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ലൗഹുൽ മഹ്ഫൂദ് നോക്കാൻ കഴിവുള്ളവർ, ഇരുന്നേ ഇരിപ്പില്ലേൾ ആകാശം കണ്ടോവർ, ഏറുമാലക്കൂത്തിരി രാജാളി എന്നോവർ. ഇരുന്ന ഇരിപ്പിൽ 7 ആകാശത്തെ വിവരം പറയാൻ കഴിയും, ലൗഹുൽ മഹ്ഫൂദ് നോക്കി കാണാൻ കഴിയും. അങ്ങനെ നോക്കി പറഞ്ഞിരുന്ന ആളാണ് സിയം വലിയുല്ലാഹി. അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ, നിങ്ങളെ മകൻ സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് ഇത് പറഞ്ഞപ്പോൾ ഖാദിർ മുസ്ലിയാർ പറയുന്നു, അത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ ആരാ അബ്ദുൽ ഖാദിർ? അത് ഞാനും കണ്ടിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത്. പക്ഷേ അതിന്റെ അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ തീരുമാനത്തിൽ മറിച്ച് വല്ലതുണ്ടെങ്കിൽ അത് വാങ്ങിത്തരാനാണ് ഞാൻ ഇവിടെ വന്നത്. ഉടനെ തന്നെ സിഎം അങ്ങോട്ട് തിരിഞ്ഞടക്കാം. ഇത് നേരെ ദിക്സാക്ഷിയായ ഉസ്താദ് എന്നോട് പറഞ്ഞു, ദാരിമി ഉസ്താദ്, അങ്ങോട്ട് തിരിഞ്ഞടക്കാം. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, മോനെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ചില ദിക്റൊക്കെ ചൊല്ലിച്ചു. ഇതാരാണ്? ഇതിന്റെ പാപ്പയാണ്. കുട്ടി മലയാളത്തിൽ പറയണേ, ഇതാരാണ്? ഇതിന്റെ നാട്ടിലെ ഉസ്താദ്. മലയാളം ശരിക്കും അറിയും കുട്ടി, സംസാരിച്ചു കുട്ടി, തൗഹീദിന്റെ കലിമ ചൊല്ലിച്ചു. ഈ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ഉപ്പായുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അന്ന് പോയപ്പോൾ സിയം വലിയുല്ലാഹി അദാ ഖറ സാജിദ, പല സ്ഥലത്തും സുജൂദിൽ വീഴാറുണ്ട്. ആ വീണ സ്ഥലത്ത് മുഴുവനും വലിയ വലിയ അനുഭവങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സുജൂദ് ചെയ്ത് തലപൊക്കിയിട്ട് പറയും, ഇവിടെയാണ് മലക്കുകൾ സുജൂദ് ചെയ്തത്, ഇവിടെ മലക്കുകൾ സുജൂദ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മഹാന്മാർ സുജൂദ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലെ വിമാനത്തിന്റെ മൂക്ക് കുത്തുന്ന സ്ഥലത്ത് സിഎമ്മിന്റെ മൂക്ക് കുത്തിയ സ്ഥലമാണ്. കണ്ടോ? ഞാനിങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ സിഎം വലിയ അവിടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോവുക. കേഷ്യർ വിളിച്ചു. അത് ഈ ഡ്രൈവർ കാണാം. പൈസ എവിടെ? പൈസ ചോദിച്ചു. പൈസ ചോദിച്ചപ്പോൾ സായിഹായ ഹാലിൽ പോകുന്ന സിഎം ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലേറെ വേഷമാണ് സിഎമ്മിനുള്ളത്, നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ കുപ്പായ അയക്കാൻ പറഞ്ഞു. കുപ്പായ അയച്ചു അവിടെ വാങ്ങിച്ചു. തുണി അഴിച്ച് തലയെക്കെട്ട് അയച്ചു അവിടെ വെച്ചു. വെറും ട്രൗസർ മാത്രം, ഡോയർ മാത്രം. സുബ്ഹാനല്ലാഹ്. പോന്ന ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന് ഇതൊരു വിഷമായി. എങ്ങനെ ഒരു ഉസ്താദല്ലേ, ഇയാൾ എന്തേ ചെയ്തത്? വല്ലാത്തൊരു വിഷമായി. നേരെ പുറത്തിറങ്ങിയങ്ങാണ്ട് അപ്പോൾ സിഎമ്മിനെ അദ്ദേഹം അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കല്ലട്ടിയുടെ മുകളിൽ. ഞാൻ ചെന്നിട്ട് ഇതൊരു മഹാനാണെന്ന് മനസ്സിലാക്കി. എൻ്റെ വണ്ടിയിൽ പോരണോന്ന് വെച്ചു. ലോറി ഡ്രൈവറല്ലേ, നിറഞ്ഞു കയറി. വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ, ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ. അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു.